ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഒരു വളകാപ്പ് ചടങ്ങിന് പോവുകയാണ്. എൻ്റെ അച്ഛൻ്റെ കൊച്ചച്ഛൻ്റെ മോളുടെ വളകാപ്പ് ചടങ്ങാണ് ഇന്ന്. ബസ്സിൽ പോകാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം നടക്കണം ബസ് സ്റ്റോപ്പിലെത്താൻ. റോഡിലെത്തിയതും ബസ് വന്നു. ഭാഗ്യം, കൈ കാണിച്ചതുകൊണ്ട് ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി ഫ്രണ്ട് സീറ്റ് അങ്ങ് പിടിച്ചു. പിന്നെ ഡോർ അടയ്ക്കുന്നതും തുറക്കുന്നതും ഞാൻ അങ്ങ് ഏറ്റെടുത്ത്. അങ്ങനെ ബസ് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക് എത്താൻ. ഓട്ടോ വേണമെങ്കിൽ വിളിക്കായിരുന്നു. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നടക്കാം, കുറച്ച് എക്സസൈസ് കൂടെ ആവും. അങ്ങനെ വീടെത്തി. ചെന്നപ്പോഴേക്കും മൂത്തമ്മയും അനിയത്തിയും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ അങ്ങ് എടുത്ത് ഇന്നത്തേക്ക് സ്റ്റാറ്റസ് ഇടാനായി. ചേച്ചി ചേട്ടൻ്റെ വീട്ടിലായതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോകണം. ഞങ്ങൾ അങ്ങോട്ട് ജീപ്പിനകത്താണ് പോകുന്നത്. ജീപ്പിൽ കയറുന്നതിന് മുമ്പ് ഒരാളെ കാണിച്ചു തരാം. ഇതെൻ്റെ കുഞ്ഞനിയത്തി, എൻ്റെ അപ്പയുടെ മോള്. അങ്ങനെ ജീപ്പിൽ കയറി. ജീപ്പിനകത്ത് കളിയും ചിരിയൊക്കെ തുടങ്ങി. ഇനി നമുക്ക് അങ്ങോട്ട് ട്രക്കിംഗ് ആണേ. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനി കുറച്ച് പരിചയപ്പെടുത്തലാവാം. ഈ നിൽക്കുന്നതാണ് ചേച്ചി. ശരിക്കും ഇതെന്റെ ഇളയ അപ്പയാണേ. ഈ പച്ചക്കിളി എൻ്റെ അപ്പയാണ്. ഇത് എൻ്റെ മൂത്തമ്മ. ഇതും എൻ്റെ മൂത്തമ്മയാണേ. കുറെ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് കൂടുന്നത്. അതുകൊണ്ട് പറയാനേറെ കാണുമേ. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി. എല്ലാ ബന്ധുക്കളും വന്ന് മധുരം കൊടുക്കൽ ആരംഭിച്ചു. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളൊന്ന് സ്ഥലം കാണാൻ ഇറങ്ങി. ശരിക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണത്. നിറയെ കൈതത്തോട്ടവും തോടും പുഴയും കുറേ മലനിരകളും പിന്നെ പാറകളും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. ഇതെൻ്റെ അനിയനാണേ. ഇതും എൻ്റെ അനിയനാണേ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് താഴെ ഇവിടെ ഒരു ആറുള്ള കാര്യം ബന്ധുക്കൾ പറയുന്നത്. ആദ്യം പൊയ്ക്കോട്ടെ എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ വെള്ളം കയറി കിടക്കുക, പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അപ്പൂവന്മാരെല്ലാം കൂടെ സോപ്പിട്ട് ഞങ്ങളങ്ങ് പോയി. അപ്പൂവന്മാർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആറൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അപ്പൂവന്മാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച്. അങ്ങനെ വളകാപ്പ് ഞങ്ങൾക്കൊരു 1 ഡേ ടൂറായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തിന് മുമ്പ് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ആൽബം കണ്ടത്. അപ്പയുടെ മാമൻ്റെ ആൽബം. പിന്നെ ആ ആൽബത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലേക്കുള്ള പോക്കാണ്. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.